ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് പോകുന്നത് കുമ്പളങ്ങിയിലേക്കാണ്. കുമ്പളങ്ങി നൈറ്റ്സ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? കുമ്പളങ്ങി നൈറ്റ്സ് സിനിമ അതൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. കൂടാതെ അവിടെ ഒരുപാട് റിസോർട്ടുകളും കാണാനുള്ള നല്ല പ്ലേസ് ഒക്കെ ഉണ്ട്. നമുക്കതൊക്കെ കാണണം. ഇവിടെ മീൻ വളർത്തലാണ്, മീനിൻ്റെ ഫാമാണ്. ചെമ്മീനും അതുപോലെ തന്നെ മറ്റുള്ള ഇതൊക്കെ ഫാമുകളാണ്. നല്ല രസമാണ് കേട്ടോ. നല്ല പ്രകൃതി ഭംഗി, വേറിട്ടൊരു വൈബാണ് ഇവിടെ വരുമ്പോഴത്തേക്കിന്. താഴ്ന്ന പ്രദേശമാണ്, റോഡുകളൊക്കെ അടിപൊളിയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഒരു കുറുക്കവും ഇല്ല, നല്ല റോഡാണ്. നമ്മളിപ്പോൾ ആലപ്പുഴ ഭാഗത്തു നിന്നല്ലേ വരുന്നേ, അതുകൊണ്ട് തന്നെ നല്ല റോഡാണ്. ഇതുവരെ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. വേറൊരു പ്രദേശമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു പ്രത്യേക വൈബ്. ഇവിടെയൊക്കെ വന്ന് നമ്മൾ കാണണം. ഒരുപാട് റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കാഴ്ചകളിലേക്കൊക്കെ പോകാം. കുമ്പളങ്ങിയിൽ നമുക്ക് വള്ളമൊക്കെ തുഴയാനുള്ള അവസരമുണ്ട്. ഇവിടെ നല്ല ഗ്രാമ അന്തരീക്ഷമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് വള്ളങ്ങളാണുള്ളത്, ചെറു വള്ളങ്ങളുണ്ട്. ഇവിടുത്തെ ജീവിതം ഒക്കെ നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റും. ഗ്രാമത്തിലെ ജീവിതം, അതുപോലെ തന്നെ മീൻപിടുത്തക്കാരുടെ ജീവിതമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കടലുമായിട്ട് അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ കുമ്പളങ്ങി എന്ന് പറയുന്നത്. ഇപ്പോൾ കുമ്പളങ്ങി ഗ്രാമം മുഴുവൻ കായലാണ് എങ്കിൽ തന്നെയും ഇതിനപ്പുറത്ത്, റോഡിനപ്പുറത്ത് വന്നിട്ട് പടിഞ്ഞാറ് കടലാണ്. അപ്പോൾ നല്ല രസമാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ വള്ളം തുഴയാനൊക്കെ ആയിട്ട് നല്ലൊരു രസമായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ചീനവലയുണ്ട്. ചീനവലയിൽ എങ്ങനെയാണ് മീൻ പിടിക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. ഒരു വ്യത്യസ്തമായ പ്രദേശം എന്ന് തന്നെ നമുക്ക് പറയാം. നല്ലൊരു അനുഭവമാണ്. ഇവിടെ ഒരു ദിവസം ചിലവഴിക്കാനോ അല്ലെങ്കിൽ ഹോം സ്റ്റേ ഒക്കെ ഉണ്ട്. ഇവിടെ ഹോം സ്റ്റേ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അപ്പുറത്ത് റിസോർട്ടുകളൊക്കെ ഉണ്ട്. എങ്ങനെ വേണമെങ്കിലും നമ്മുടെ പോക്കറ്റിനനുസരിച്ച് നമുക്കിവിടെ സ്റ്റേ ചെയ്യാം. അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ നാടൻ ഭക്ഷണമാണ്. ഇപ്പം ഞങ്ങളിപ്പോൾ ഇന്ന് കഴിച്ചത് തന്നെ നാടൻ ഭക്ഷണമൊക്കെയാണ് കഴിച്ചത്. ഈ കാണുന്നത് ചീനവലയാണ്. വല താത്തി വച്ചിരിക്കുകയാണ്. വൈകിട്ട് 7:30-ക്കാണ് അത് പൊക്കുന്നത്. ഇപ്പോൾ ചെമ്മീൻ്റെ സീസണാണ്. ഇഷ്ടംപോലെ ചെമ്മീൻ കിട്ടും. വല പൊക്കുമ്പോൾ ചെമ്മീൻ കിട്ടും. വല പൊക്കാനായിട്ട് ഈ രണ്ട് വടം പോലെ കെട്ടിയിരിക്കുന്ന കയർ കണ്ടോ, ഇത് വലിച്ച് പൊക്കുകയാണ്. ഇത് വലിച്ച് പൊക്കുമ്പോൾ ആ നെറ്റ് അവിടുന്ന് പൊങ്ങി വരുന്നു. പൊങ്ങി വന്നതിന് ശേഷം അവനെ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചിട്ട് അതിൽ നിന്നും മീനെല്ലാം കളക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കുമ്പളങ്ങിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഒരു ഡെക്ക് പണിതിട്ടുണ്ട് ഇവിടെ നിൽക്കാനായിട്ട്. തടിയുടെ ഡെക്കാണ്. നല്ല രസമാണ് ഇവിടെ നിൽക്കാനായിട്ട്. നല്ല കാറ്റാണ് കേട്ടോ, നല്ല ആംബിയൻസുമാണ്. ഇവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്, പറുദീസ ഓഡിറ്റോറിയം. ഇവിടെ നിന്നാൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചൂണ്ടയിടാം. അതേപോലെ തന്നെ ഈ സൈറ്റൊക്കെ കാണാം. ഒരുപാട് ചീനവലകളാണ്. എനിക്ക് തോന്നുന്നു കുമ്പളങ്ങിയിലാണ് ഏറ്റവും കൂടുതൽ ചീനവലയുള്ളത്. ചെറിയ ചെറിയ ചീന വലകളാണ്. അവർ വൈകുന്നേരം ആകുമ്പോഴത് ഓപ്പറേഷൻ തുടങ്ങും, അതിൻ്റെ വലിക്കാനൊക്കെ ആയിട്ട് തുടങ്ങുന്നുണ്ട്. നല്ല രസമാണ് കേട്ടോ. നമുക്ക് എന്തെന്നില്ലാത്ത ഒരു അനുഭൂതി, ഒരു വ്യത്യസ്തമായിട്ടുള്ള ജീവിതമൊക്കെ പരിചയപ്പെടാൻ പറ്റും. കുമ്പളങ്ങി നൈറ്റ്സ് സിനിമയിൽ ഫഹദ് ഫാസിലിൻ്റെ വീട് വന്നിട്ട് അപ്പുറയാണ്, ആ കാണുന്നതാണ്. അപ്പോൾ ആ മുനമ്പിലാണ് അവരുടെ ആ ഒരു സംഘടന രംഗവും കാര്യങ്ങളൊക്കെ ചിത്രീകരിച്ചത്. ആ സിനിമയ്ക്കത് കാണുന്ന പോലെ തന്നെയുള്ള ഒരു ശാന്തമായ അന്തരീക്ഷമാണ് കുമ്പളങ്ങി എന്ന് പറയുന്നത്. സൺസെറ്റൊക്കെ കാണാം കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ. കുമ്പളങ്ങി ഗ്രാമം മുഴുവൻ കണ്ടപ്പോൾ നടന്ന് ക്ഷീണിച്ചൊരു ചായ കുടിക്കാമെന്ന് കരുതി. ചിന്നച്ചേച്ചിയാണ്. ചിന്നച്ചേച്ചിയുടെ ചായക്കടയിൽ വന്നിട്ട് ഒരു ചായ കുടിക്കുകയാണ്. നല്ല ചായ കേട്ടോ. കുമ്പളങ്ങിയിലെ ഏറ്റവും നല്ല റിസോർട്ടായിട്ട് എനിക്ക് തോന്നുന്നത് ഹാക്കോ ലേക്ക് വ്യൂ റിസോർട്ടാണ്. നല്ലൊരു റിസോർട്ടാണ്. ഇവിടെ നല്ല ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം അകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഞാനിന്ന് ഇവിടെയാണ് താമസിക്കുന്നത്. അകത്തോട്ട് കയറി വരുമ്പോഴേ നല്ലൊരു ആംബിയൻസാണ്, നല്ല രസമാണ്. ഒരു ഓപ്പൺ ഹാളുണ്ട്. അതുപോലെ തന്നെ എ ഷേപ്പ് റൂംസൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം താമസിക്കാൻ നല്ലതാണ്. കായൽ സൈഡ് തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഗ്ലോബൊക്കെ വെച്ചിട്ടുണ്ട്. വള്ളം തുഴയുന്ന ഒരു ശില്പമുണ്ട് ഇവിടെ. നല്ല രസമാണ്, നല്ല കാറ്റടിക്കുന്നുണ്ട്. മഴയ്ക്കുള്ള ലക്ഷണമൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ കായൽ സൈഡ് ആയതുകൊണ്ട് തന്നെ ഈ റിസോർട്ടിന് വേണ്ട ആംബിയൻസ് എല്ലാം ഇവിടെയുണ്ട്. 2 എ ഷേപ്പ് വില്ലകളും ബാക്കി വന്നിട്ട് 8 റൂംസുമാണ് ഉള്ളത്. എല്ലാം പ്രീമിയം റൂംസാണ്. ഇവിടെയാണ് ഞാനിന്ന് റൂം എടുത്തിരിക്കുന്നത്. നല്ല ലേക്ക് വ്യൂ ആണ്. ഇവിടുന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കായലിൻ്റെ വ്യൂ ഒക്കെ കാണാം. മുകളിലെ നിലയിൽ നല്ല കാറ്റ്, നല്ല കാറ്റാണ്. മഴയുടെ ഒരു ലക്ഷണമായിരിക്കും. നല്ല കാറ്റ്, നല്ല രസമാണ്. നല്ല ഓളം. ഇതെല്ലാം നല്ല ടൈല് പാകിയിട്ടുള്ളൊരു ഹട്ടാണ്. കായലിലോട്ട് തള്ളിയാണ്. അപ്പോൾ നമുക്ക് കയറി ഇരിക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ. തെങ്ങൊക്കെ ഇങ്ങനെ എല്ലാം ചാഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ കായലിലോട്ടാണ് തെങ്ങ് ചാഞ്ഞത്. ഇങ്ങനെ തള്ളിയിട്ടൊരു ഹട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കുമ്പളങ്ങി എന്തുകൊണ്ടും നല്ല രസമുള്ളൊരു സ്ഥലം തന്നെയാണ്. എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കുറച്ച് ദിവസങ്ങളോളം താമസിച്ച് കഴിഞ്ഞാൽ നമുക്ക് മടുക്കത്തില്ലെന്നുള്ളതാണ്.
ഇവിടെ ഒരു മിസ്റ്റർ ബീൻ്റെ പ്രതിമയുണ്ട്, ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പുള്ളിക്കാരൻ. ഇതിൻ്റെ ഇപ്പുറത്ത് തന്നെയാണ് ടർക്കി കോഴിയൊക്കെ വളർത്തുന്നത്. യമോ ഉണ്ട്, ടർക്കി കോഴിയുണ്ട്, ഗിനിക്കോഴിയൊക്കെ ഉണ്ട്. നല്ല ഒരു മീൻകുളമാണ്. ഒരുപാട് മീനൊക്കെ വളർത്തിയിട്ടുണ്ട്, സ്റ്റെപ്പായിട്ട് കെട്ടിയിട്ടുണ്ട്. നല്ല ട്രഡീഷണൽ കേരളത്തിൻ്റെ ഒരു കുളം മാതിരിയാണ്. താഴത്തുനിന്ന് നല്ല പ്യൂരിഫിക്കേഷനൊക്കെ വരുന്നുണ്ട്. മീനൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. വരാലും കരിമീനൊക്കെയാണ് വളർത്തിയിരിക്കുന്നത്, നമുക്ക് കാണാൻ പറ്റും. പിന്നെ അത്യാവശ്യം കോഴിക്കാർപ്പൊക്കെ ഉണ്ട്. ഇവിടെ ഒരു മത്സ്യകന്യകയുടെ പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട് കുളത്തിന് സൈഡിലായിട്ട്. ചക്രം കറക്കി വെള്ളം വയലിലേക്ക് കയറ്റുന്ന ഒരു കർഷകൻ്റെ ശില്പമാണ് വച്ചിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ കാർഷിക സമ്പ്രദായം വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ശില്പമാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ ഞാറൊക്കെ ശരിക്കും നട്ടിട്ടുണ്ട് കേട്ടോ, ഞാറ് നട്ടിരിക്കുന്നുണ്ട് ഇവിടെ. അതുകൂടാതെ ഇവിടെ ആണെങ്കിൽ നമുക്ക് കാണാം നെല്ല് വിതയ്ക്കുന്ന ഒരു കർഷകൻ്റെ ശില്പമാണിത്. കർഷകനൊരു തൊപ്പി ഉണ്ടായിരുന്നു, അത് കാറ്റത്ത് പോയിരിക്കുകയാണ്. കർഷകന് വെയിലൊന്നും കൊള്ളാതിരിക്കാനായിട്ടൊരു തൊപ്പിയുണ്ട്, അത് ഇങ്ങനെ കാറ്റത്ത് പറന്നു പോയിട്ടുണ്ട്. ആക്ച്വലി ഇതാണ് കർഷകൻ്റെ യഥാർത്ഥ രൂപം. ഈ റിസോർട്ടിൻ്റെ വാക്വേയൊക്കെ നല്ല രസമാണ്. മുളയാണ്, രണ്ട് സൈഡിലും മുള കൊണ്ട് നിർമ്മിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ബോട്ടുണ്ട്, അതിലേക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട്, അങ്ങോട്ട് പോകണം. ഇപ്പോൾ വൈകുന്നേരം 4 മണിയോട് അടുത്ത് നമുക്ക് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് അവിടെ, ഹാക്കോ റെസ്റ്റോറൻ്റ് ഉണ്ട്. നല്ല ഫുഡൊക്കെ കിട്ടുന്നൊരു സ്ഥലമാണ്, നമുക്ക് അങ്ങോട്ട് പോകാം. ഇതാണ് ഹാക്കോയുടെ തന്നെ റെസ്റ്റോറൻറ്റ് ഏരിയയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടത് അവിടെ ലിവിങ് ഏരിയ ആയിരുന്നു, ഇതിപ്പോൾ റെസ്റ്റോറൻറ്റ് ഏരിയയാണ്. നല്ലൊരു രസമുള്ളൊരു റെസ്റ്റോറൻ്റാണ്. ഇവിടെയാണ് ബോട്ടിംഗ് ഒക്കെ ഉള്ളത്. ട്രോജൻ കുതിരയൊക്കെ വെച്ചിട്ടുണ്ട്, കുതിരവണ്ടിയുടെ ഒരു സെറ്റപ്പാണ്. നല്ലൊരു സെറ്റപ്പിലാണ് കേട്ടോ. റെസ്റ്റോറൻറ്റ് വന്നിട്ടൊരു ആൻറ്റിക് റെസ്റ്റോറൻറ്റ് മോഡലാണ്. നല്ല അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു കഥകളിയുടെ ഒരു ശില്പം തീർത്ത് വെച്ചിട്ടുണ്ട്, നല്ല മനോഹരമാണ് കേട്ടോ. കേരള ആ ഒരു ട്രഡീഷണൽ രീതിയിലുള്ള കേരളത്തിൻ്റെ കലാരൂപമായ കഥകളി ഇവിടെ ശില്പം തീർത്ത് വെച്ചിട്ടുണ്ട്. നല്ല കാറ്റടിക്കുന്നുണ്ടെന്നുള്ളതാണ്, കായലിൽ നിന്നുള്ള കാറ്റാണ്, നല്ല രസമാണ് കേട്ടോ. ഒരു പ്രത്യേക വൈബാണ് ഇവിടെ. അതാണ് ഞാൻ ഈ ഹാക്കോ റിസോർട്ടും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റും തിരഞ്ഞെടുത്ത് തന്നെ അതാണ്. സ്റ്റേ ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ. നമുക്ക് കുമ്പളങ്ങിയെ പരിചയപ്പെടുകയും കൂടെ നല്ല നല്ല വിഭവങ്ങളൊക്കെ കഴിക്കണമെങ്കിൽ ഈ ഹാക്കോ റെസ്റ്റോറൻറ്റ് നല്ല ഒരു ആപ്റ്റായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെയാണ് നമ്മുടെ ബോട്ടുള്ളത്, സ്പീഡ് ബോട്ടാണ്. 2, 4, 6 പേർക്ക് ഇരിക്കാം. ഇതൊരു ഓപ്പൺ മണ്ഡപമാണ്, നല്ല പൂക്കളൊക്കെ അലങ്കരിച്ചിട്ടുള്ള മണ്ഡപമാണ്. ഇവിടെയൊക്കെ ഇരിക്കാം, ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇവിടെയായിട്ട് ഒരു ഹട്ടുണ്ട്, കായലിലോട്ട് തള്ളിയാണ് ഹട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നന്നായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. നല്ല രസമാണ്, ഇത് കണ്ടോ, ഇങ്ങനെ കയറി പോവാം. ഇങ്ങനെ സ്ലോപ്പായിട്ട് പൊക്കി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇവിടെ വന്നിരിക്കാം, ഇരിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് കണ്ടോ. എന്ത് രസമാണെന്ന് നോക്കിയേ, നല്ല ആംബിയൻസാണ്. ഇവിടെ ചീനവല ഇവിടെയും ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, തെങ്ങെല്ലാം കായലിലോട്ട് ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്നത് കാണാം. ഈ കുമ്പളങ്ങിയുടെ ലൈഫൊക്കെ ആസ്വദിക്കണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരണം. ഇതൊരു മുനമ്പാണ്, മുനമ്പായതുകൊണ്ട് തന്നെയാണ് നല്ല കാറ്റാണ്. അപ്പുറത്ത് ഞാൻ പറഞ്ഞല്ലോ, ഈ കായലിൻ്റെ അപ്പുറത്ത് റോഡാണ്, റോഡും കഴിഞ്ഞിട്ടാണ് കടലുള്ളത്. ആ കടലിൻ്റെ ഒരു കണക്ഷൻ ഈ ഒരു കായലിനുണ്ട്, അതുകൊണ്ട് തന്നെ ഓളം കൂടുതലാണ്. നല്ല രസമാണ് കേട്ടോ. കുമ്പളങ്ങി എന്നാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ മുനമ്പിൽ വരണം. ഈ മുനമ്പായതുകൊണ്ടാണ് ഇവിടെ ഇത്രയ്ക്ക് കാറ്റ്. നമ്മുടെ ബോട്ട് റെഡിയാണ്. ബോട്ടിങ് നല്ല കാറ്റുണ്ട്, നല്ല ഓളമുണ്ട്. എന്നാലും ഈ പ്രദേശമൊക്കെ ഒന്ന് കാണാനും ഒക്കെ ആയിട്ട് പറ്റിയൊരു ബോട്ടാണ്, സ്പീഡ് ബോട്ടാണ്. ബോട്ടിൽ പോയിട്ട് സൈറ്റൊക്കെ കാണാനുള്ള സൗകര്യവും നമുക്ക് ഈ ഹാക്കോ റിസോർട്ട് ഒരുക്കി തരുന്നുണ്ട്. നല്ല കാറ്റുള്ളതുകൊണ്ടാണ് ഇത്ര ഓളം വരുന്നത്. ഹാക്കോ റെസ്റ്റോറൻറ്റ് മനോഹരമായിട്ടാണ് തീർത്തിരിക്കുന്നത്. ഇവിടെയും ഒരു ഹട്ട് മോഡലുണ്ട്, കേരള ട്രഡീഷണൽ രീതിയിലുള്ള 2 ആനയൊക്കെ വെച്ചിട്ടുണ്ട്. തൂണൊക്കെ നമ്മുടെ കേരള ശൈലിയിലുള്ള തൂണാണ് വെച്ചിരിക്കുന്നത്. നല്ല രസമാണ്. എനിക്ക് ഈ റെസ്റ്റോറൻറ്റ് വളരെ ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ വിഭവങ്ങളൊക്കെ നല്ല ഒന്നാന്തര വിഭവങ്ങളാണ്. അതായത് ഇന്ത്യൻ ഉണ്ട്, ചൈനീസ് ഉണ്ട്, പിന്നെ നാടൻ വിഭവങ്ങളൊക്കെ എല്ലാം ഉണ്ട് കേട്ടോ. കായലിലെ മീനൊക്കെ നമ്മൾ പറയുന്നതനുസരിച്ച് അവർ റെഡിയാക്കി തരുമെന്നുള്ളതാണ്. മീൻ വറുത്തോ കറി വെച്ചോ, കരിമീൻ, മപ്പാസ്, അങ്ങനെ ഒരുപാട് ഐറ്റങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നല്ല മനോഹരമായ ഒരു ശില്പം തീർത്തിട്ടുണ്ട്. പരശുരാമൻ മഴുവെറിയുന്ന ഒരു ശില്പമാണ്, വലിയൊരു ശില്പമാണ്. നല്ല ഭംഗിയുണ്ടല്ലേ. ഇവിടെ നല്ല കാറ്റൊക്കെ വരുന്നുണ്ട്, മഴക്കാറുമുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് നല്ല മഴ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നല്ലൊരു അനുഭവമാണ് കേട്ടോ. കുമ്പളങ്ങിയിലെ ഗ്രാമവിശേഷങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകളുടെയൊക്കെ സ്നേഹവും ഭക്ഷണവും ഒക്കെ ആസ്വദിച്ച് വീട്ടിലേക്ക് മടങ്ങാൻ സമയമായിരിക്കുകയാണ്. പുതിയ വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി കാണുന്നവരെ, ദിസ് ഈസ് പ്രവീൺ ശ്രീതങ്കം. ടേക്ക് കെയർ, ബൈ ബൈ.